എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, എല്ലാവർക്കും സുഖവും സന്തോഷവുമാണെന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഈ വോയിസുമായിട്ട് വരാനുള്ള കാരണം, തിരുവനന്തപുരത്ത് നമുക്കെല്ലാം അറിയാം ഒരു യൂട്യൂബറുണ്ട്. അവർ നിരന്തരം മറ്റുള്ളവരെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുന്നു. അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടാണോ അവർ മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് എന്തെല്ലാം അപരാധങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്, എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു. പിന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളോട് അവർക്ക് മാനസിക രോഗിയാണെന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ സ്ത്രീയെ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ വായി വരുന്നത് വന്നങ്ങ് വോയിസായിട്ട് നിങ്ങൾ പബ്ലിക്കിൽ ഇടുന്നത്? അറോറ എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ തന്നെയാണ് ആ പേര് കൊണ്ടുവന്ന അറോറ. ഇത് തെളിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളാണ് ആദ്യമായിട്ട് അറോറ എന്ന് ഈ ചാനലിൽ പറയുന്നത്. ഞാൻ എല്ലാം സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ. പിന്നെ RPW ആക്ട് പ്രകാരം പൊന്നു സഹോദരി, നിങ്ങൾക്കെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ നിങ്ങൾ 4 കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. 4 കാര്യങ്ങൾ. ഫിസിക്കലി മെൻ്റലി ഡിസേബിൾഡായ ഒരാളോട് നിങ്ങൾക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങൾ എൻ്റെ വാപ്പായാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രോഗിയായ ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഒറ്റ കാരണത്താലാണ്. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ സഹോദരി, കാര്യമായിട്ട് പറയാണ്. എനിക്ക് മെൻ്റലാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മെൻ്റലായിട്ടാണോ നിരന്തരം നിങ്ങൾ ആ പാരിപ്പള്ളിയിലെ യൂട്യൂബറെ വിഷയം കൊണ്ട് വരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് മെൻ്റലാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ അവരെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് മെൻ്റൽ രോഗികൾ. അതറിയാമോ? നിങ്ങൾക്ക് ആ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാനസിക രോഗിയാണോ? ആണോ? എനിക്ക് നിങ്ങളോട് അതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ പിറകെയല്ല ഞാൻ വന്നിട്ടുള്ളത്. റഷീദ എന്ന് പറയുന്നവരെ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. ഈ റഷീദ പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്ക് ഏത് രീതിയിലും വീഡിയോ ചെയ്യാം, കമൻ്റ് എടുത്ത് ചെയ്യാം, റിയാക്ഷൻ ചെയ്യാം. സോഷ്യൽ മീഡിയയാണ്, അത് മനസ്സിലാക്കുക. ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നിങ്ങളും വീഡിയോ ചെയ്യുന്നത്. അത് അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എല്ലാം നിങ്ങളെല്ലാം തികഞ്ഞ ഒരാളായിട്ട് നോക്കണം. നിങ്ങളിന്ന് വോയിസിൽ പറയുന്നുണ്ട് ഞാൻ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന്. വാക്കുകൾ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പൊന്നു സഹോദരി, എനിക്കിപ്പോൾ ഒന്നും നോക്കാനില്ല. ഞാൻ 100% ഒരു അംഗപരിമിതയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്തിനാണ്, അത് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പറഞ്ഞത് കേട്ടുള്ളൂ. നിങ്ങളെ കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റി ഞൂണ്ടിയാണ് കാണിച്ചിട്ടുള്ളത്. ആര് ചെയ്താൽ നിങ്ങളെ മാത്രമല്ല, ഞാൻ എൻ്റെ ആ ചാനലെടുത്ത് നോക്കിയല്ല, ഞാൻ അതിനകത്ത് രേണു സുധിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ നജില എന്ന് പറഞ്ഞവരെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. സിരു ടോക്ക് സൽഹയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നിങ്ങളെ മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ആ ചാനലെടുത്ത് നോക്കി. അതിലൊക്കെ നിങ്ങളെ ഭർത്താവ് ബീൻസ് എന്നാണോ നിങ്ങളെ ഭർത്താവിൻ്റെ പേര്? നിങ്ങളെ ഭർത്താവിൻ്റെ പേര് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭർത്താവ് ബീൻസ് ആണോ? ഇത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഏതൊരു കോടതിയിൽ ചെന്നാലും ഏതൊരു സ്ഥലത്ത് അവർ ചോദിക്കുകയോ നിങ്ങളോട്, നിങ്ങൾ ആര്? നിങ്ങൾ ഒരുപാട് തലയിൽ കയറാൻ വരണ്ട കേട്ടോ. ഇന്നലെയൊക്കെ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ഇത് ഞാൻ കേട്ട് നിങ്ങൾക്ക് മറുപടി തരാതിരുന്നത്. ഞാൻ പല കാര്യങ്ങളും ഇടുന്നുണ്ട് ഷോർട്ടിൽ. നിങ്ങളെ കാര്യം മാത്രം എനിക്ക് പലതും ഇടാനറിയാം. ഞാൻ പലതും ഇടും. നിങ്ങൾ മാത്രമല്ല, എന്ത് കണ്ടാലും പറയും, ആരെ കണ്ടാലും പറയും കേട്ടോ. നിങ്ങൾ മെൻ്റൽ പേഷ്യൻ്റ് ആണ്. നിങ്ങൾ ഒറ്റ കാര്യം കൊണ്ടാണ് വരുന്നത്. ആ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങളാണ് മെൻ്റൽ പേഷ്യൻ്റ് കേട്ടോ. പിന്നെ നിങ്ങൾ നാട്ടിൽ വരുമെന്ന് പറഞ്ഞ കാര്യം, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഒരാളുടെ പേരിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ എനിക്ക് കൊടുക്കാൻ സ്വന്തം നാടുണ്ട്. ഞാൻ കൊടുക്കേണ്ട കളക്ടറേറ്റിൽ കൊടുത്തിട്ട് എനിക്കറിയാം നിങ്ങളുടെ നാട്ടിൽ വരാൻ. എനിക്കറിയാം. നിങ്ങൾ എന്നെ ഒന്നും പഠിപ്പിക്കണം. ഞാൻ പല വശങ്ങളും അറിയാവുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് മാന്യമായിട്ട് നിങ്ങൾ ജീവിതം നിങ്ങൾക്ക് കൊള്ളാം.